നിങ്ങളുടെ സൈക്കിൾ ഏത് മോഡലുമാകട്ടെ റിപ്പയർ ചെയ്തു തരുന്നു. സൈക്കിൾ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ വീനസിലൂടെ. ഇപ്പോൾ വീനസ് സൈക്കിളിൽ ഓണം ഓഫറുകൾ. വീനസ് സൈക്കിൾ പാർക്ക് ആൻഡ് ടോയ്സ്, കാളികാവ് റോഡ്, വാണിയമ്പലം. നാടുകാണി ചുരം പാതയോരങ്ങൾ കൂടുതൽ ഹരിതാപമാക്കാൻ പുതിയ പദ്ധതിയുമായി വഴിക്കടവ് വനം റേഞ്ച് അധികൃതർ. ചുരം പാതയിലെ ഏറ്റവും ആകർഷകരമായ കാഴ്ചകളിലൊന്നായിരുന്നതും പാതയോരത്ത് തിങ്ങി നിറഞ്ഞിരുന്നതുമായ മുളംകൂട്ടങ്ങൾ പുനഃസൃഷ്ടിക്കാനുള്ള പദ്ധതിയാണ് നെല്ലിക്കുത്ത് ഫോറസ്റ്റ് സ്റ്റേഷന് കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 2024 നാടുകാണി വനമേഖലയിലെ മുളകൾ മുഴുവൻ പൂത്ത് പൂർണ്ണമായും ഉണങ്ങിപ്പോയിരുന്നു. പുല്ലുവർഗത്തിൽപ്പെട്ട മുളകൾ പൂത്ത് മുളയരിയാകുന്നതോടെ പൂർണ്ണമായി നശിച്ചു പോകുകയാണ് പതിവ്. മുള കട്ടയിടുക എന്നാണ് ഇതിന് പറയുന്നത്. ആനകളുടെ പ്രധാന ആഹാരമാണ് മുളകൾ. വനത്തിൽ മുളകൾ ഇല്ലാതായതോടെയാണ് വഴിക്കടവ് പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കാട്ടാനകളുടെ ശല്യം രൂക്ഷമായത്. ഇതിന് ചെറിയൊരു പരിഹാരമായി നെല്ലിക്കുത്ത് ഫോറസ്റ്റ് സ്റ്റേഷനിലെ വെള്ളക്കെട്ട വനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് മുളകൾ വെച്ചുപിടിപ്പിക്കുന്ന പ്രവൃത്തിക്ക് തുടക്കമായത്. വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് VBG റാംജി പദ്ധതിയുമായി ചേർന്നാണ് പ്രവൃത്തി ആരംഭിച്ചിട്ടുള്ളത്. വനം വകുപ്പിന്റെ വള്ളുവശ്ശേരി സെൻട്രൽ നഴ്സറിയിൽ ശാസ്ത്രീയമായി വികസിപ്പിച്ചെടുത്ത 2 വർഷം പ്രായമായ 1000-ഓളം മുളത്തൈകളാണ് ചുരത്തിലെ തകരപ്പാടി മുതലുള്ള വനത്തിൽ വച്ചുപിടിപ്പിക്കുന്നത്. പ്രവൃത്തിയുടെ ഉദ്ഘാടനം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ V രാജേഷ് വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് അംഗം ഗോപിനാഥന് തൈകൾ കൈമാറി നിർവഹിച്ചു. വെള്ളക്കെട്ട വനസംരക്ഷണ സമിതി സെക്രട്ടറി PM അയ്യൂബ്, വനപാലകരായ K സലാഹുദ്ദീൻ, K ജയരാജൻ, NP പ്രദീപ് കുമാർ, T ദൃശ്യ, P മനോജ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, എടക്കര.